ഇറാൻ അമേരിക്ക നിർണായക ചർച്ചകൾ ഇന്ന് മസ്കറ്റിൽ നടക്കും. ആണവ കരാറുമായി ബന്ധപ്പെട്ടാണ് പ്രധാന ചർച്ച. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ അമേരിക്ക സൈനിക നടപടികളിലേക്ക് കടക്കുമെന്ന അഭ്യൂഹം ശക്തമാണ്. ടെഹ്റാന്റെ മിസൈൽ ആയുധ ശേഖരം ചർച്ചകളിൽ ഉൾപ്പെടുത്തണമെന്നാണ് അമേരിക്കയുടെ നിലപാട്. ആണവ പദ്ധതി മാത്രമേ ചർച്ച ചെയ്യൂ എന്ന് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു. ആണവ സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കണമെന്ന അമേരിക്കയുടെ ആവശ്യം ഇറാൻ അംഗീകരിക്കാൻ സാധ്യത കുറവാണ്. ഖമേനി പേടിക്കണം എന്ന് ട്രംപിൻ്റെ അന്ത്യശാസനം വന്നത് കഴിഞ്ഞ ദിവസമാണ്. ഇറാൻ വഴങ്ങിയില്ലെങ്കിൽ ഒരുപക്ഷെ രണ്ടാമതൊരു യുദ്ധത്തിലേക്ക്, അല്ലെങ്കിൽ ജൂണിൽ പ്ലാന്റുകൾ തകർത്തതിന് ശേഷമുള്ള രണ്ടാമതൊരു ആക്രമണത്തിലേക്ക് പോയേക്കാം എന്നുള്ള സൂചനകളും മറ്റും ട്രംപ് നൽകുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, ഈ മിസൈലുകൾ, ഈ പ്രോക്സി ഗ്രൂപ്പുകൾക്കുള്ള സഹായങ്ങളൊക്കെ ഇറാൻ നിർത്തലാക്കുമോ എന്നുള്ളതാണ്. ആണവ ചർച്ചകൾക്ക് തയ്യാറായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന മറ്റ് പല ഡിമാൻഡുകളിലും ഇറാൻ്റെ തീരുമാനം എന്തായിരിക്കുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. KP അഭിലാഷ് വിവരങ്ങളുമായി ചേരും. അഭിലാഷ്, മസ്കറ്റിൽ അല്പസമയത്തിനകമാണ് ചർച്ചകൾ ആരംഭിക്കുക. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അടക്കം ഈ ചർച്ചകളുടെ ഭാഗമാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ആക്രമണത്തിന് ഇപ്പോഴും തയ്യാറാണ് എന്ന് ആവർത്തിച്ച് പറയുന്ന ട്രംപിൻ്റെ മുന്നിലേക്കാണ്, അല്ലെങ്കിൽ അമേരിക്കയുടെ മുന്നിലേക്കാണ് ചർച്ചയ്ക്ക് ഇറാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനം. രഞ്ജിത്ത്, ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം ഏത് നിമിഷവും സംഭവിക്കാമെന്ന പശ്ചാത്തലത്തിലാണ് അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുന്ന ചർച്ച നിർണായകമാകുന്നത്. ഒമാനിലെ മസ്കറ്റിൽ 10 മണിക്കാണ് ചർച്ച നിശ്ചയിച്ചിട്ടുള്ളത്. ദീർഘനാളായി ഇതുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. എവിടെ വെച്ചാണ് ചർച്ച നടത്തുക, എപ്പോഴാണ് ചർച്ച, ആരൊക്കെയാണ് ചർച്ചയിൽ പങ്കെടുക്കുക, ഇതിൽ ആയിരുന്നു അനിശ്ചിതത്വം. ഇപ്പോൾ അറബ് രാജ്യങ്ങളുടെ ഇടപെടലിനെ തുടർന്നും പ്രത്യേകിച്ച് സൗദി അറേബ്യയുടെ സമ്മർദ്ദത്തെ തുടർന്നുമാണ് ഒമാനിൽ ചർച്ച നടത്താം എന്ന തീരുമാനത്തിലേക്ക് ഇറാനും അതോടൊപ്പം തന്നെ അമേരിക്കയും എത്തിയിട്ടുള്ളത്. ഇനി മാറ്റങ്ങൾ ഒന്നും സംഭവിക്കുന്നില്ല എങ്കിൽ അല്പസമയത്തിനകം തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റവും നിർണായകമായ ചർച്ച ആരംഭിക്കും. അതേസമയം ചർച്ച ആരംഭിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ പോലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനപരമായ മുന്നറിയിപ്പുകൾ തന്നെയാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമനേയിയെ പേടിക്കേണ്ടി വരും എന്ന പരാമർശം ആയിരുന്നു ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. അതായത് ഇറാനെ ആക്രമിക്കുമെന്നും അങ്ങനെ ഖമനേയിയുടെ ജീവൻ പോലും സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമെന്നുമുള്ള കൃത്യമായ മുന്നറിയിപ്പാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ഈ ഘട്ടത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിനു മുമ്പ് ഇറാനും കടുത്ത ഭാഷയിൽ തന്നെയാണ് അമേരിക്കയ്ക്ക് മറുപടി നൽകിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ഇറാന്റെ യുദ്ധ നയങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നും ഇറാനെ ആരെങ്കിലും ആക്രമിച്ചാൽ അതിനെ പ്രതിരോധിക്കുക മാത്രമായിരിക്കുക അല്ല, മറിച്ച് ഇനി തിരിച്ചടിക്കുക കൂടി ചെയ്യും എന്ന് ഇറാന്റെ സൈനിക മേധാവി വ്യക്തമാക്കി. അതായത് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെ ഇറാൻ തീരത്ത് നങ്കൂരമിടുമ്പോൾ അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ അമേരിക്കയെ ആക്രമിക്കും, ഒപ്പം അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളെയും സൗഹൃദ രാഷ്ട്രങ്ങളെയും ആക്രമിക്കും എന്നും ഇസ്രായേൽ ഉൾപ്പെടെ ആക്രമണം നടത്തും എന്നും തന്നെയാണ് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ചർച്ച ആരംഭിക്കാനിരിക്കെ പോലും വിഷയങ്ങളിൽ അനിശ്ചിതത്വം തുടരുകയാണ്. അതായത് ഇറാൻ വ്യക്തമാക്കിയിട്ടുള്ളത് ആണവ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് മാത്രമാണ് ഇറാൻ ഒരുക്കമെന്നും. അഭിലാഷ്, ഇപ്പോൾ ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ് ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, നിർണായകമായ ചർച്ചയാണ്. ഇതിനിടയിലും ഇന്നലെ രാത്രി ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഭീഷണി ഉണ്ടായിരുന്നു, വേണമെങ്കിൽ ഒരു അറ്റാക്കിന് തയ്യാറായിക്കൊള്ളാൻ. കാരണം അവർ മുന്നോട്ട് വെക്കുന്ന എല്ലാ ആവശ്യങ്ങളിലും ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറായിട്ടുമില്ല. അതാണല്ലോ ഇതിൻ്റെ തടസ്സം. ഇവിടെ ഇറാൻ മുന്നോട്ട് വെക്കുന്നത് ഒരൊറ്റ ആശയമാണ്: ചർച്ചയാകാം, പക്ഷേ ചർച്ചയുടെ പരിധി തങ്ങൾ തന്നെ നിശ്ചയിക്കും. ആണവ വിഷയമാണ് നിങ്ങളെ അലോസരപ്പെടുത്തുന്നത് എങ്കിൽ ഞങ്ങൾ ആ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണ്. കാരണം ആണവ സാമഗ്രികൾ ഇറാനിൽ നിന്നും മറ്റൊരു രാജ്യത്തേക്ക് മാറ്റാൻ ഒരുപക്ഷെ സമ്മതം മൂളാനിടയില്ല. അല്ലാതെ ആണവ സമ്പുഷ്ടീകരണത്തിന്റെ തോത് കുറച്ചുകൊണ്ടുവരിക എന്ന ഒറ്റ അജണ്ട ഐറ്റം അല്ലാതെ മറ്റ് വിഷയങ്ങളൊന്നും തന്നെ സംസാരിക്കാൻ തയ്യാറല്ല എന്നാണ് ഇപ്പോൾ ഇറാന്റെ നിലപാട്. അതേസമയം അമേരിക്കയെ ഏറ്റവും അലോസരപ്പെടുത്തുന്നത് ഇസ്രയേൽ സംരക്ഷണം ഒരുക്കണം എങ്കിൽ യഥാർത്ഥത്തിൽ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളും ശബ്ദാതിവേഗ മിസൈലുകളും ഉൾപ്പെടെയുള്ള ഇറാന്റെ മിസൈൽ ശേഖരത്തിൽ കുറവ് വരുത്തുകയും നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യുക എന്നത് പ്രധാനപ്പെട്ട അജണ്ട ഐറ്റത്തിൽ ഒന്നാണ്. അത് മാത്രമല്ല, അമേരിക്ക ആത്യന്തികമായി ആഗ്രഹിക്കുന്നത് ഇറാനിൽ ഒരു ഭരണമാറ്റം ഉണ്ടാവുക എന്നതാണ്. അത് മറ്റ് GCC രാജ്യങ്ങളുടെയും ഇസ്രായേലിന്റെയും എല്ലാം തന്നെ ആഗ്രഹമാണ്. ചർച്ചയിൽ ഏതായാലും ഒരു ഗവൺമെന്റുമായി ചർച്ച ചെയ്യുമ്പോൾ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയും അമേരിക്കയുടെ ഏജന്റ് സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും എല്ലാം ചേർന്ന ചർച്ചയിൽ ഒരിക്കലും ഭരണകൂടം മാറുക എന്ന വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാനാവില്ല. പക്ഷേ ആത്യന്തികമായി ഭരണകൂടമാണ് മാറേണ്ടത് എങ്കിൽ
എന്തെങ്കിലും ന്യായം പറഞ്ഞുകൊണ്ട് ഇറാനെ ആക്രമിക്കുകയല്ലാതെ മറ്റു വഴി ഇല്ല എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് ആണവ ചർച്ചയിൽ തട്ടി അത് വഴിമുടങ്ങുന്നു എന്ന പൊതുധാരണ ഉണ്ടാവുകയും അതേസമയം മറ്റു ഓപ്ഷൻ അമേരിക്ക തേടുകയും ചെയ്യുക എന്നതാണ് മുമ്പിലുള്ള ഒരു കാര്യം. ഇപ്പോൾ രണ്ട് ഭാഗത്തും പ്രകോപനപരമായ പ്രസ്താവനകൾ തന്നെയാണ് ചർച്ചയുടെ അവസാനം. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ചർച്ചകൾ അവിടെ തുടങ്ങും. ഒമാൻ സമയം 10 മണിക്ക് അവിടെ ചർച്ച തുടങ്ങും എന്ന് പറയുമ്പോൾ അതിൽ ഒരു ഏകദേശ ധാരണയുണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയൊന്നും ഇരുപക്ഷത്തും ഇല്ല. അതുകൊണ്ട് ഒരുപക്ഷെ ഒരു ചർച്ചയ്ക്ക് ശേഷം അടുത്ത ചർച്ചയ്ക്ക് വേണ്ടിയുള്ള പുതിയ തീരുമാനങ്ങളുമായി കുറച്ചുകൂടി സമയം നീട്ടിയെടുക്കാം എന്നത് മാത്രമാകാം ഒരുപക്ഷെ പ്രതീക്ഷ. അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടുകൂടിയൊന്നുമല്ല ഇന്നത്തെ ചർച്ചയെ കാണുന്നത്. തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട ഒന്ന്. വലിയ പ്രതീക്ഷ വേണ്ട. പക്ഷെ അപ്പോഴും യുദ്ധത്തിന് അല്ലെങ്കിൽ ആക്രമണത്തിൽ നിന്ന് അമേരിക്കയെ പിന്തിരിപ്പിക്കാൻ ഈ ചർച്ചകൾ വഴിവെക്കുമോ എന്ന കാര്യമാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഒപ്പം അമേരിക്കയുടെ പല ആവശ്യങ്ങളും ഇറാൻ അംഗീകരിക്കുമോ എന്നതിലും ഒരു വ്യക്തത വന്നിട്ടില്ല. അഭിലാഷ്, ഈ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞ പോലെ എന്താണ് ആത്യന്തിക ഫലം എന്നുള്ളത് പ്രധാനമാണ്. അത് ഈ തരത്തിൽ കടുംപിടുത്തങ്ങൾ അയാത്ത രണ്ട് രാജ്യങ്ങളാണ് ഇറാനും അമേരിക്കയും. അവിടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മധ്യസ്ഥ ശ്രമമാണ് ആകെയുള്ളൊരു പ്രതീക്ഷ, അല്ലേ? രഞ്ജിത്ത്, തീർച്ചയായും ഈ വിഷയങ്ങളിൽ നമ്മൾ സൂചിപ്പിച്ചത് അത് തന്നെയാണ്. ഏതൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നത ഇപ്പോഴും തുടരുന്ന പശ്ചാത്തലമുണ്ട്. പ്രത്യേകിച്ച് ഇറാനിൽ ഭരണകൂടത്തിനെതിരായ വികാരം അതിശക്തമാണ്. ആ ഭരണകൂട വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങളെ ഇറാൻ ഭരണകൂടം അടിച്ചമർത്തുകയാണ് എന്ന് യുദ്ധസമാനമായ തരത്തിലാണ് ഈ പ്രതിഷേധക്കാരെ നേരിടുന്നത് എന്നതുമാണ് അമേരിക്കയുടെ ആരോപണം. 6400-ലധികം ആളുകൾ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടുവെന്നും അതിൽ 120-ലധികം കുട്ടികളുണ്ട് എന്നും ഇത് അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെടുന്നു. ഇന്റർനെറ്റ് ഉൾപ്പെടെ വിച്ഛേദിച്ചുകൊണ്ട് ഇറാനിൽ എന്താണ് നടക്കുന്നത് എന്ന് പുറം ലോകത്തിന് അറിയാൻ പറ്റാത്ത ഒരു പശ്ചാത്തലം ഇപ്പോഴുണ്ട് എന്ന് അമേരിക്ക പറയുകയാണ്. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ആരോപണം എന്നത് പല വിമത ഗ്രൂപ്പുകളെയും ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നതും അവർക്ക് സൈനികമായും സാമ്പത്തികമായും സഹായം ചെയ്യുന്നത് ഇറാൻ ആണ് എന്നാണ്. അതിലെടുത്തു പറയുന്നത് ലെബനോനിലെ ഹിസ്ബുള്ളയും ഗാസയിലെ ഹമാസും അതോടൊപ്പം തന്നെ യമനിലെ ഹൂതി വിഭാഗരും ഉൾപ്പെടുന്ന ഈ വിമത സംഘത്തെയാണ്. അവർക്ക് നൽകുന്ന സഹായം അടിയന്തരമായി നിർത്തലാക്കണം. ഈ വിഷയങ്ങൾ ഉൾപ്പെടെ ഇന്നത്തെ ചർച്ചയുടെ ഭാഗമായി വരുമെന്നും അതുകൂടി ചർച്ച ചെയ്യണം എന്നുമുള്ളതുമാണ് വിഷയങ്ങളിൽ പ്രധാനമായും ഇപ്പോൾ അമേരിക്ക ഊന്നുന്നത്. എന്നാൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ, അതായത് ഇറാനിൽ നടക്കുന്ന ആഭ്യന്തരമായ പ്രതിഷേധങ്ങൾ അത് ഇറാൻ്റെ ആഭ്യന്തര വിഷയമാണ് എന്നും ഒപ്പം മറ്റ് രാജ്യങ്ങളോട് എന്ത് നയമാണ് സ്വീകരിക്കേണ്ടത് എന്നത് അത് ഇറാൻ്റെ തന്നെ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിലപാടാണ് എന്നുമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗ്ചി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതേസമയം US വിദേശകാര്യ സെക്രട്ടറി കൂടിയായിട്ടുള്ള മാർക്ക് റൂബിയോ വ്യക്തമാക്കുന്നത് ഈ വിഷയങ്ങളിലടക്കം, അതായത് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ വിഷയങ്ങളിലും അടക്കം ചർച്ചകൾക്ക് തയ്യാറായാൽ മാത്രമായിരിക്കും അമേരിക്ക പിന്മാറുക എന്നാണ്. ശരി, KP അഭിലാഷാണ് വിവരങ്ങൾ വിശദമായി നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.